ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 നടന്ന എറണാകുളം, വയനാട് ജില്ലകളിൽ നടന്ന ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 133/2024. ക്വസ്റ്റ്യൻ: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 2. സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം. 3. എനിക്ക് ശേഷം പ്രളയം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത്. എനിക്ക് ശേഷം പ്രളയം എന്നത് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന ലൂയി 15-ന്റെ പ്രസ്താവനയാണ്. ഇത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം എന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. അതിനാൽ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 ഉം 3. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? മഹാരാജ കേരളവർമ്മ. മഹാരാജ കേരളവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ. 2. ചമ്പാരൻ സത്യാഗ്രഹം. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 4. ചാർനാർ ലഹള. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2, 3. 1, 2, 3. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഓപ്ഷൻ എ. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. ഓപ്ഷൻ എ. ഓവർലാപ്പോട് കൂടി ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ കോണ്ടൂർ. കോണ്ടൂർ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖിരം. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖിരം നീലഗിരി കുന്ന്. നീലഗിരി കുന്ന്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു ബക്കാർ. മനു ബക്കാർ. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 1. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 2. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 3. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 to 1961 മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. അത് വ്യവസായ വികസനത്തിലും വിദേശ സഹായത്തോടെ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനാൽ പ്രസ്ഥാനം 1, 3, 4 ശരിയാണ്.
മനുഷ്യവിഭവശേഷി വികസനം പ്രധാനമായും ലക്ഷ്യം വെച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. മനുഷ്യ വിഭവശേഷി വികസനം പ്രധാനമായും ലക്ഷ്യം വെച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുകൊണ്ട് പ്രസ്താവന 2 മാത്രമാണ് 2-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 2. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 1. 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം ആണിത്. 2. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. 3. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. 4. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. തെറ്റാണ്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കിയതിനുള്ള തെറ്റാണ്. ഇത് കാർഷിക മേഖലയാണ് പ്രധാനമായും സ്വാധീനിച്ചത്, വ്യവസായ വികസനത്തിനല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3. 1, 2, 3. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1-ാം സ്ഥാനം. 1-ാം സ്ഥാനം. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗാരിയ. അരവിന്ദ് പനഗാരിയ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ആർട്ടിക്കിൾ 312. ആർട്ടിക്കിൾ 312. യൂണിയൻ ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? യൂണിയൻ ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? 7-ാമത്തെ പട്ടികയിൽ. 7-ാമത്തെ പട്ടികയിൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? 1. യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്നു ഭരണഘടന അനുശാസിക്കുന്നു. 2. 62 വയസ്സ് വിരമിക്കൽ പ്രായം. 3. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. 4. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസ്താവന 1 തെറ്റാണ്. യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്നു ഭരണഘടന അനുശാസിക്കുന്നു. UPSC അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കാനുള്ള അധികാരം ഭരണഘടനയുടെ 318-ാം അനുച്ഛേദ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണുള്ളത്, പ്രധാനമന്ത്രിക്കല്ല. ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. അപ്പൊ 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രസ്താവന 2 പറയുന്നത് 62 വയസ്സ് വിരമിക്കൽ പ്രായം. അതും തെറ്റാണ്. UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്, അല്ലെങ്കിൽ 6 വർഷത്തെ സേവനം. 62 വയസ്സ് എന്നത് സ്റ്റേറ്റ് PSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായമാണ്. 3-ാമത്തെ പ്രസ്താവന ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു.
ഭരണഘടനയുടെ 316 അനുച്ഛേദ പ്രകാരം UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രസ്താവന 4 തെറ്റാണ്. അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദുർനടപടിയുടെ പേരിൽ അവരെ നീക്കം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ 22ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 3 മാത്രമാണ് ശരി. ഓപ്ഷൻ സി 3 മാത്രം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 1. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. 2. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. 3. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല എന്നുള്ളത് തെറ്റാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. 1993 രൂപീകൃതമായി. 2. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. 3. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. 4. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1993 രൂപീകൃതമായത്. 102ാം ഭരണഘടനാ ഭേദഗതി നിയമം 2018 വഴിയാണ് കമ്മീഷന് ഭരണഘടനാപരമായ പദവി ലഭിച്ചത്. കമ്മീഷൻ തങ്ങളുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. അപ്പോൾ പ്രസ്താവന 1, 2, 4 എന്നിവ ശരിയാണ്. 3ാമത്തെ തെറ്റാണ്. രാഷ്ട്രപതിക്കാണ് വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്, പ്രധാനമന്ത്രിക്കല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരി. 1, 2, 4 ശരി. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാന. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? കേരള ഗവൺമെന്റ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെ? തണ്ണീർത്തടങ്ങൾ. വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏത് ആകുന്നു? ഷാബാനു കേസ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന
കണ്ടെത്തുക. ഒന്ന്, ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2, സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. 3, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുന്നു. 4, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ എന്നത് ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? കാതോർത്ത് പദ്ധതി. കാതോർത്ത് പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? പി സതീദേവി. പി സതീദേവി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? സെറിബെല്ലം, സെറിബ്രം, മെഡുല ഓംബ്ലങ്കേറ്റ, ഹൈപ്പോതലാമസ്. ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സെറിബെല്ലം ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. മെഡുല ഓംബ്ലങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. 4, ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ഉം മെഡുല ഓംബ്ലങ്കേറ്റയും മെഡുല ഓംബ്ലങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അത് തെറ്റാണ്. ആ ജോഡി തെറ്റാണ്. അപ്പോൾ 34 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ജീവകം, അപര്യാപ്തത രോഗം. A, B1, B9, D. അപ്പോ 1ഉം 4ഉം ശരിയായ ജോഡികളാണ്. 1ഉം 4ഉം ശരിയായ ജോഡികളാണ്. ജീവകം B1ന്റെ അപര്യാപ്തത രോഗം ബെറിബറിയാണ്. ജീവകം B1ന്റെ അപര്യാപ്തത രോഗം ബെറിബറിയാണ്. അതുപോലെ ജീവകം B9 ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത രോഗം അനീമിയാണ്. A, നിശാന്തത, D, റിക്കറ്റ്സ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം, 1, 4 എന്നിവ. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന്റെ കാരണമായ രോഗാണു ഏതാണ്? ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്. വൈറസ്. രണ്ടു മാത്രം. പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതേത്? പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസീമ, ഉയർന്ന രക്തസമ്മർദ്ദം. പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഉയർന്ന രക്തസമ്മർദ്ദം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 4 മാത്രം. ഓപ്ഷൻ ഡി, 4 മാത്രം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, എയ്ഡ്സ്, വട്ടച്ചൊറി, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. എലിപ്പനിയും ഡിഫ്തീരിയയും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം. എലിപ്പനി, ഡിഫ്തീരിയ.
പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രുതി മധുരം, നയനാമൃതം പദ്ധതി, കരുതൽ ചൈൽഡ് കെയർ, അമൃതം ആരോഗ്യം. നയനാമൃതം പദ്ധതി. നയനാമൃതം പദ്ധതി. ആൻസർ എന്നത് ഓപ്ഷൻ ബി, 2 മാത്രം. നയനാമൃതം പദ്ധതി. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്, SPI? ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് SPI? വെള്ളപ്പൊക്കം, വരൾച്ച, വായുവിന്റെ ഗുണനിലവാരം, വികിരണങ്ങൾ. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ആൻസർ വരുന്നത് വരൾച്ച. ഓപ്ഷൻ ഡി, 2 മാത്രം. വരൾച്ച. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT മദ്രാസ്, IIT ബോംബെ, IIT ഹൈദരാബാദ്, IIT ഡൽഹി. IIT ബോംബെ. IIT ബോംബെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 2. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 cm3 വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 cm3 വ്യാപ്തമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m3 ആണ്. ഈ 2 പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ശബ്ദത്തിന്റെ ഘോഷം ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. മുകളിലെ പ്രസ്താവന പരിശോധിക്കുമ്പോൾ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ഒരു ഭൗതിക അളവല്ല, മറിച്ച് ഒരു മനഃശാസ്ത്രപരമായ അളവാണ്. ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവാണ്. ഇത് ഊർജപ്രവാഹത്തിന്റെ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. മാത്രമല്ല ഒരു ഭൗതിക അളവായി കൃത്യമായി അളക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഇൻഫ്രാസൗണ്ട്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. ആൻസർ ഓപ്ഷൻ സി. 47ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. താഴെ രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക.
രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. 7.4 താഴെ തന്നിരിക്കുന്ന രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഐസ് ഉരുകുന്നത്, മെഴുകു ഉരുകുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. ഐസ് ഉരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. കാരണം പദാർത്ഥത്തിന്റെ രാസഘടന മാറുന്നില്ല, അവസ്ഥ മാത്രം മാറുന്നു. മെഴുകു ഉരുകുന്നതും ഒരു ഭൗതിക മാറ്റമാണ്. എന്നാൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു രാസമാറ്റമാണ്. കാരണം ഇരുമ്പ് ഓക്സിജനുമായും ഈർപ്പവുമായും പ്രതിപ്രവർത്തിച്ച് പുതിയ പദാർത്ഥമായ ഇരുമ്പ് ഓക്സൈഡ് തുരുമ്പ് ഉണ്ടാകുന്നു. മുട്ട തിളയ്ക്കുന്നതും ഒരു രാസമാറ്റമാണ്. കാരണം താപം പ്രോട്ടീനുകളുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് മാറ്റാൻ കഴിയാത്ത പുതിയ ഗുണമുള്ള ഒരു പദാർത്ഥമായി മാറുന്നു. അതിനാൽ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നതിനും മുട്ട തിളയ്ക്കുന്നതുമാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3ഉം 4. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. തന്നതില്ല പരനുള്ളുവ കാട്ടുവ നൊന്നുമേ നരനുപായമീശ്വരൻ ഇന്നു ഭാഷ ഇത പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ത ശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തെരഞ്ഞെടുത്തെഴുതുക. കുമാരനാശാൻ നളിനി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. 1998. ഓപ്ഷൻ എ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? പാർവതി ബറുവ. പാർബതി ബറുവ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി കെ രാധാകൃഷ്ണൻ. വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം. വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ക്ലൗഡ് സർവീസ്. NIC. ലോട്ട് എന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഒറാക്കിൾ. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് WAN. ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ. സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഇവയെല്ലാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 3, 4 ഇവയെല്ലാം. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. പ്രസിഡന്റ്.
പ്രസിഡന്റ്. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത്? താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത്? ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം. ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഡെലീറ്റാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്ര? 50 സെന്റിമീറ്റർ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? 5000. അച്ചുവിന്റെ വീടിന്റെ ചുമൽ തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? 225. ഒരു ചതുരത്തിന്റെ അളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്ര? 8. 840 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 6 മണിക്കൂർ. 6 മണിക്കൂർ. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 19. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഡാഷ് ആയിരിക്കും? വ്യാഴം. അടുത്ത പദം കണ്ടെത്തുക. BEGJMORUW ഡാഷ്. ZCE. ഓപ്ഷൻ ബി. എ എക്സിന്റെ സഹോദരിയും എക്സ് വൈന്റെ മകളും വൈ സെഡിന്റെ മകളുമാണെങ്കിൽ എയുടെ ആരാണ്? സെഡ്. അമ്മമ്മ. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? 65. Neither Mr. Gupta's sons nor his daughter dash to the gym regularly. Goes to the gym regularly. If she called me, I dash the party. If she called me, I would attend the party. I would attend the party. Dash boy who talked to me yesterday turned out to be my old neighbor's son. The boy who talked to me yesterday. The boy. I would rather have tea dash coffee. I would rather have tea than coffee. Than. I am older than you dash. I am older than you dash. R in I. Little Anne always dash to her older brother. Looks up to her older brother. Up to her older brother. Diana's shoes were the perfect dash to her entire outfit. Compliment to her entire outfit. The company gives bonus to its employees only dash because the management is not very generous. Once in a blue moon. Substitute the underlined phrase with a suitable word from the following. Susan doesn't go to church as she calls herself as someone who doesn't
Believe in the existence of God. Atheist. Option D. Which of the following has the same meaning as complete? Whole. Option C. ശരിയായ വാക്യമേത്? ശരിയായ വാക്യമേത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ശരിയല്ലാത്ത രൂപം ഓപ്ഷൻ ഡി ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദമേത്? മകൾ എന്ന അർത്ഥമുള്ള പദമേത്? തനയ. രവം വിപരീത പദം എഴുതുക. രവം വിപരീത പദം എഴുതുക. നീരവം. അന്ത പ്ലസ് ചിത്രം ചേർത്തെഴുതുമ്പോ അന്തശ്ചിദ്രം. ഓപ്ഷൻ ബി. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദമേത്? ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ജിജ്ഞാസു. ഓപ്ഷൻ ഡി. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരി. കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. മിടുക്കർ. മിടുക്കർ. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് മയം. വാക്ക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? കുരുടന്മാരിടരുത്. ഓപ്ഷൻ ഡി. താങ്ക് യു.